സാമ്പത്തിക രംഗത്ത് അവർ ശ്രദ്ധിച്ച ശ്രദ്ധയാണ്. കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആല അംഗീകരിച്ച് ഇസ്ലാം പറഞ്ഞ വഴികളിൽ മാർഗങ്ങളിൽ പെട്ടതാണെങ്കിൽ ഒരു കുഴപ്പവും അതിനില്ല സഹോദരങ്ങളെ. ഒരാൾക്ക് സമ്പത്ത് കടം കൊടുത്തു. എത്ര കൊടുത്തു? 2 ലക്ഷം കടം കൊടുത്തു. ആവശ്യ നേരത്ത് 2 ലക്ഷം കടം കൊടുത്തപ്പോ 2 മാസം 3 മാസം കഴിഞ്ഞപ്പോ കടം വാങ്ങിയ ആള് 2 ലക്ഷം കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു പൈസ മുടങ്ങിക്കിടക്കായിരുന്നു, നിങ്ങൾക്ക് കടം തരാനുള്ള സമയത്ത് തരാൻ വേണ്ടി അത് കിട്ടും എന്ന് ഞാൻ ഇങ്ങനെ കരുതി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ആ പണം ഇങ്ങോട്ട് കിട്ടിയത്. 2 ലക്ഷം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അത്യാവശ്യ സമയത്ത് എനിക്ക് കടം തന്ന് സഹായിച്ചതിന് നിങ്ങൾ എന്റെ വകൊരു ഹദിയയായിട്ട് ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് 5000-ഓ 10,000-ഓ നിബന്ധനയൊന്നും വെച്ചിട്ടില്ല. നമ്മളെ കയ്യിലേക്ക് സന്തോഷത്തോടെ അദ്ദേഹം തരികയാണെങ്കിൽ ഇസ്ലാം പറഞ്ഞു അത് സ്വീകരിക്കുന്നതിന് കുഴപ്പവുമില്ല. എന്തേ കാരണം? ഇന്ന ഖിയാറക്കും അഹ്സനുക്കും ഖദാഅ, നിങ്ങളിൽ ഏറ്റവും നല്ലവര് കടം തന്ന് സഹായിച്ച ആളുകൾക്ക് തിരിച്ചു കൊടുക്കുമ്പോ അവർക്ക് സന്തോഷത്തോടെ നല്ല നിലക്ക് വീട്ടുന്നവരാണ് നല്ലവര്. നിബന്ധന വെച്ചാലോ അത് പലിശയുടെ വിഷയത്തിലേക്ക് വരും. ഞാൻ നിനക്ക് 2 ലക്ഷം തരാം, അതിന് കുഴപ്പമൊന്നുമില്ല. തിരിച്ച് നീ എനിക്ക് തരുമ്പോ 2,20,000 തരണം, അല്ലെങ്കിൽ 2,10,000 തരണം, അല്ലെങ്കിൽ തിരിച്ച് നീ തരുന്ന സമയം വരെ നിന്റെ വീട് എനിക്ക് താമസിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി തരണം, നിന്റെ വാഹനം എനിക്ക് ഓടിക്കാൻ വേണ്ടി വിട്ടുതരണം. ഈ ഉപകാരങ്ങളോ ആ പറഞ്ഞ നിബന്ധനയിൽ അധിഷ്ഠിതമായ പണമോ നിബന്ധന വെക്കുമ്പോ അതിന്റെ രൂപം ഒന്ന് മാറി. അവിടെയും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബാ, ഉപകാരം വലിച്ചു കൊണ്ടുവരുന്ന ഏതൊരു കടവും അത് പലിശയാകുന്നു. കടം കിട്ടാനുള്ള മുതലാളിയുടെ അടുത്ത് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചെന്നു നിൽക്കുമ്പോ വേറെയും കടം വാങ്ങാൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഈ മുതലാളിയുടെ വീട്ടിന്റെ മുറ്റത്ത് നല്ല ഒരു തിണ്ണയുണ്ട്, വരുന്നവർക്ക് ഇരിക്കാനാണ്. അതിന്റെ മേലെ തണലിന് നല്ല മരങ്ങളുണ്ട്, തണല് കൊണ്ട് നല്ല കാറ്റും കൊണ്ടിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പലരും അവിടെ ഇരിക്കുന്നുണ്ട്. വെയിലത്ത് നിൽക്കുന്നു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഉസ്താദേ ഇവിടെ ഇരുന്നോളൂ, ഇവിടെ ഇരുന്നോളൂ എന്ന് ഇരിക്കുന്ന ആളുകൾ പറഞ്ഞു വിളിക്കുന്നുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇരുന്നില്ല. എന്തേ ഇരിക്കാതിരിക്കാനുള്ള കാരണം? എന്റെ മനസ്സിലുള്ള ഒറ്റ ഹദീസാണ്, കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബാ. എനിക്ക് കടം തരാനുള്ള മുതലാളിന്റെ വീട്ടിൽ പോയിട്ട് കടം വാങ്ങാൻ ഞാൻ ചെന്നപ്പോ ഉപകാരമായിട്ട് ഈ തണല് ഉപയോഗിച്ചത് പലിശയായി പോകുമോ എന്നൊരു പേടി വന്നതുകൊണ്ട് കടം കിട്ടുന്നത് വരെ നിൽക്കേണ്ട വെയിലത്തവിടെ നിന്നുപോയി. ഒരു സ്ഥലത്തും ഇരുന്നില്ല, ഒരു തണലും ഉപയോഗിച്ചില്ല. സഹോദരങ്ങളെ, നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. ആഖിബത്ത് കേടാകുന്നൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. സമ്പൽ മേഖല അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിലാകണം. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് വിദേശത്തും മറ്റുമൊക്കെ പോയി തൊഴിലെടുക്കുന്ന ആളുകള് അറിയുന്ന തൊഴിലിനെ പണം വാങ്ങാവൂ. അറിയാത്ത തൊഴിൽ അറിയുമെന്ന് പറഞ്ഞ് കയറിയിട്ട് പണം വാങ്ങരുത്. മറ്റൊന്ന് ഞാൻ പറയട്ടെ, ഒരു ഡിഗ്രിക്കും പഠിക്കാത്ത ആൾക്കും ചിലപ്പോഴൊക്കെ ഏതെങ്കിലും അസ്വാഭാവിക രൂപത്തില് സർട്ടിഫിക്കറ്റ് ആരെങ്കിലും വസൂലാക്കി കൊടുത്താല് അതും വെച്ച് പോയിട്ട് ഡിഗ്രിയൊക്കെ പറഞ്ഞിട്ട് ആ കോഴ്സിലും ആ സ്ഥലത്തും ഇരുന്നിട്ട് പണം പറ്റുന്നത് ശരിയല്ല. ഒരു 5 ലക്ഷം അങ്ങോട്ട് കൊടുത്താൽ മതി, ഡിഗ്രി ക്ലാസ് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. അങ്ങനെ അങ്ങോട്ട് കിട്ടിയ ഡിഗ്രി ക്ലാസുമായിട്ട് യഥാർത്ഥത്തിൽ പഠിച്ച് റെഡിയായി പോകേണ്ട ആള് പോയിരിക്കുന്ന പൊസിഷനിൽ ഇയാള് പോയിരുന്നിട്ട് ശമ്പളം വാങ്ങുന്നു 2 ലക്ഷം 3 ലക്ഷം. ഡിഗ്രി ഉണ്ടോ ഇയാൾക്ക്? ഡിഗ്രിയോളം നോളജ് ഉണ്ടോ ഇയാൾക്ക്? ഒന്നുമില്ല. പിന്നെ ഈ പേപ്പർ ഏതാ? ഈ പേപ്പർ 5 ലക്ഷത്തിന്റെ പേപ്പറാ.
4 ലക്ഷത്തിന്റെ പേപ്പറാ, അതിന്റെ ഡിഗ്രി പേപ്പറാണ്. പറ്റില്ല സഹോദരങ്ങളെ, പറ്റില്ല, പാടില്ല. അത് സംഗതി അത് പഠിച്ചവർ പോയിരിക്കേണ്ട ഒരു മേഖലയാണ്. അവിടെ എങ്ങനെ അറിയാത്ത ആള് പോയിരിക്കുന്നത്? അറിയാത്ത ആള് പോയിരിക്കുന്ന മേഖല എങ്ങനെ? അത് ശരിയാകൂല. പോകുന്ന ചെറുപ്പക്കാരോട് നിങ്ങൾ പറയണം, നിങ്ങളുടെ കൂട്ടത്തിൽ തൊഴിലിന് പോകുന്ന ചെറുപ്പക്കാരോട് പറയണം, വിദേശത്തേക്ക് പോകുന്നവരോട് പറയണം, റബ്ബ് പൊരുത്തപ്പെടാത്ത രീതിയിൽ ഒരു ദിർഹം പോലും സമ്പാദിക്കരുത്. അള്ളാഹു പൊരുത്തപ്പെടാത്ത രീതിയിൽ ഒരു ദിർഹം പോലും സമ്പാദിക്കരുത്. വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. പല സംഗതികളും ഓർമ്മ വരുമ്പോ സങ്കടമായി തോന്നിപ്പോകും. വികസനങ്ങളും കാര്യങ്ങളൊക്കെ ചിലതൊക്കെ കാണുമ്പോ പേടി തോന്നിപ്പോകും. എന്താ അതിന്റെ മാർഗം, എന്താ അതിന്റെ പിന്നിലുള്ളത് എന്ന് ആലോചിച്ച് നോക്കുമ്പോ വല്ലാത്ത പേടി തോന്നിപ്പോകും. 2-3 വർഷമായിട്ടുള്ളൂ. എന്താണ് ഇയാൾക്ക് ഇത്രയും തൊഴിൽ അഭിവൃദ്ധി? എന്റെ കൂട്ടുകാരന്റെ തൊഴിലിനെ പറ്റി ഞാൻ തൊട്ടടുത്ത കൂട്ടുകാരനോട് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് ഉസ്താദേ, അയാൾ സംഭാവന തരികയാണെങ്കിൽ നിങ്ങൾ വാങ്ങരുത് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയായി. സംഭാവന തരികയാണെങ്കിൽ വാങ്ങരുത്. നല്ലോണം സംഭാവന തരുന്ന ആളെ പറ്റിയാണ് പറഞ്ഞു, സംഭാവന തരികയാണെങ്കിൽ വാങ്ങരുത്. വേറൊരാള് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും അങ്ങനെ പറയാൻ കാരണം? സമ്പാദ്യം അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന മാർഗത്തിലല്ല. നല്ല അറിവിന്റെ പണിയാണ്. അറിവിന്റെ പണിക്ക് മോശമൊന്നുമില്ല കേട്ടോ, പണിയൊക്കെ എടുത്തോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എടുക്കുന്ന പണി നല്ല പണിയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ കൂടെ പണിക്കുണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് ഞാൻ പണി മതിയാക്കിയിട്ട് പടച്ചോനെ പേടിച്ചിട്ട് എനിക്ക് കിട്ടുന്ന എത്ര കുറവായാലും വേണ്ടിയില്ല, ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറി. അതെന്തേന്ന് ചോദിച്ചു. ഒരു കല്യാണത്തിന് 100 ആടുകളെ കൊണ്ടുവന്ന് ഇറക്കി. ആടുമന്തി ഉണ്ടായി കൊടുക്കാൻ 100 ആടിനെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോ ഞാനും ഇപ്പറഞ്ഞ ആളും വേറൊരാളുമാണ്, 3 ആളാണ് പണിക്കാര് മെയിൻ. 100 ആടിന്റെ മന്തി കൊടുക്കുന്നിടത്ത് 75-80 ആടിന്റെ മന്തി കൊടുത്തിട്ട് 20 എണ്ണം വേറെ മറിച്ചു. എത്ര വരും പണം എന്നാലോചിച്ച് നോക്ക് നിങ്ങൾ. ആ അറബി കൊണ്ടുവന്ന് കൊടുക്കുന്ന പൈസ ചെമ്പിന് 100 ആടിന്റെ മന്തിക്കാണ്. അപ്പോകുന്ന ചെമ്പ് 100 ആടുണ്ടോ? ഇല്ല. അപ്പാങ്ങുന്ന വിഹിതം ശരിയാകുമോ? ഇല്ല. 80 ആടിന്റെ മന്തി കൊടുക്കുന്നു, 100 ആടിന്റെ പൈസ വാങ്ങുന്നു. ഇപ്പുറത്ത് 20 ആട് വേറെ മന്തിയാക്കി വേറെയും കൊടുക്കുന്നു, അതിന്റെ പൈസ വേറെയും. ആലോചിച്ച് നോക്കി നിങ്ങള്. എന്തൊരു ഗൗരവമാണ്, എന്തൊരു ഇടങ്ങേറാണിത്. ഇങ്ങനെ ആകുമ്പോ 1 വർഷം കൊണ്ട് തന്നെ കോടിപതിയെ കൂടെ. എത്ര പെട്ടെന്നാകാം. ഒരു വിസ കിട്ടാൻ നോക്കി എത്ര പോകാം, പെട്ടെന്നാലോ. ബാക്കി സമയം അല്ലാഹു തആലക്ക് പാത്തെടുത്ത പോരെ. നടക്കൂല. ഭയങ്കര പ്രശ്ന, ഭയങ്കര വിഷയ. അതിലാണോ വികസിച്ച് വളർന്നു വന്നത്? സംഗതിയൊക്കെ പോക്കാണ്. ഭക്ഷിക്കുന്നത് തന്നെ ശ്രദ്ധിക്കണം. ശരിയായ നിലക്ക് അർത്ഥതാണോ ഈ തിന്നുന്നത് എന്ന് വരെ നോക്കണം.